ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലേ ചക്കപ്പഴം. അപ്പോൾ ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. നമുക്ക് ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നന്നായിട്ട് പഴുത്ത തേൻ വരിക്കയുടെ ചക്കപ്പഴമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. തേനാണ് ഇങ്ങനെ ഊറി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. തേന് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. അതിവിടെ എടുത്ത് ഒരു 10-15 ചോളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചകിണിയൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് ഓടി വരാവേ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവണ്ട, എന്നാലും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഒരു 2 കറക്കിയാൽ മതി. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഇവിടെ വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കട്ട ശർക്കരയാണ്, അത് ഉരുക്കിയതാണ് കേട്ടോ. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് 1 കട്ട ശർക്കര ഉരുക്കിയെടുത്തത്. ഇതുപോലെ 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, ഒരുപാട് വലിയ ഗ്ലാസ് ഒന്നുമല്ല. ഇതുപോലെ ഈ ശർക്കരപ്പാനി ഒന്ന് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരണം. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി ഇതൊന്ന് പതഞ്ഞ് വരുന്ന ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇതുപോലെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ് ചക്കപ്പഴമൊക്കെ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ചക്കപ്പഴം ഉണ്ട്. ഒന്നുമില്ലെങ്കിലും അയലോക്കത്തു നിന്നാണെങ്കിലും നമുക്ക് ചക്കപ്പഴമൊക്കെ കിട്ടാറുണ്ടല്ലേ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ആ സമയമായപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങായോളം ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങയ്ക്കകത്ത് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഈ തേങ്ങയ്ക്കകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ട്. ഇതുപോലെ നമുക്ക് വേഗം ഇളക്കി കൊടുക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കഴിക്കട്ടെ, അവർക്കും ചക്കപ്പഴമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങയ്ക്കകത്തൊക്കെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതുപോലെ ചക്കപ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചക്കപ്പഴത്തിൻ്റെ അകത്തും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഈ ശർക്കരപ്പാനിയും തേങ്ങയും ഒക്കെ ആയിട്ട് ഈ ചക്കയൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കൊന്ന് വേഗം ഇളക്കി കൊടുക്കാവേ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ശകലം ചക്ക കിട്ടിയാൽ പോലും നമുക്കിത് 4 മണിക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അതുമല്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം തയ്യാറാക്കാം. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും. പിന്നെ ചക്കപ്പഴം മാത്രം നമുക്ക് ചക്കപ്പഴം കിട്ടുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത്. എന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. ഇതുപോലെ ഈ ചക്കപ്പഴം ഇങ്ങനൊന്ന് തോർന്ന് വരാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി വരട്ടെ. അതിന് ശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ചക്കയുടെ ഇതൊക്കെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അവലായിരിക്കണം. ഇത് വറുത്ത് വെച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാഞ്ഞത്.
വറുത്ത് വെച്ചതാണ്, ഓൾറെഡി വറുത്ത അവലാണ്. ഇതുപോലെ അവൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ശകലം ഒരു 5-6 ചക്കച്ചുള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചക്കപ്പഴം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, അപ്പം അങ്ങനെ ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതിരുന്നാലും മതി. ഇതുപോലെ ഇളക്കി കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെയ്യ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഒരു 2 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ചെറുജീരകം ഒന്ന് ചതച്ചെടുത്തതുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ അതാ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ. അതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ മൈദാമാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ മൈദയിലേക്ക് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. കറുത്ത എള്ള് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ ചെറിയ സ്പൂണിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മാവിന് മാത്രം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ആദ്യമേ തന്നെ ഉള്ള വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ആദ്യം ശകലം ഒഴിച്ച് കൊടുത്ത് അങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുളവായി പോകും. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ശകലം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു രീതിക്കാണ് ബാറ്റർ തയ്യാറാക്കേണ്ടത്. നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ഫില്ലിങ് ഇതുപോലെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കയ്യിലെല്ലാം നല്ല ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം നമ്മുടെ മാവിൽ മുക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയായിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് കുഞ്ഞുമക്കളൊക്കെ ഓടി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. നമ്മൾ ചക്കപ്പഴത്തിൻ്റെ ആ ഫില്ലിങ് വെച്ച് എല്ലാം ഇതുപോലെ ഒന്ന് മാവിൽ മുക്കി വേഗം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. പ്ലീസ് നിങ്ങൾ ഇതുപോലെ ചക്കപ്പഴം കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് മറന്നേക്കരുത്. നമ്മൾ ഇതുപോലെ ഇട്ട് വേഗം കൊടുക്കുന്നുണ്ട്. വലിയൊരു കടായിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഒറ്റ ട്രിപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് അത് മൂത്തൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡ് വശമൊക്കെ ഒന്ന് ആവാനുണ്ടെങ്കിൽ അതിങ്ങനെ കുത്തിച്ചാരി വെക്കുക. അതിന് ശേഷം നമുക്ക് ചൂട് ചായയുടെ കൂടെയും കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ചക്കപ്പഴം കൊണ്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഒരുപാട് മുരിഞ്ഞു പോകണ്ട. ഇതുപോലെ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാവേ. ഇതുപോലെ വേഗം കോരിയെടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകം ഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണം, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കൂടി വരുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ സി.